എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ മാർക്കറ്റ് നല്ല സ്ട്രോങ് മാർക്കറ്റായിരുന്നു. മോർണിംഗ് തൊട്ടേ മാർക്കറ്റ് അപ് ട്രെൻഡിൽ തന്നെ നിൽക്കുമായിരുന്നു. നിഫ്റ്റി വന്നിട്ട് ഇന്നലത്തെ ഹൈയുടെ മുകളിൽ ഒരു പ്രാവശ്യം ട്രേഡായി. അതിനുശേഷം കുറച്ചിറങ്ങി വന്ന് ഹൈയുടെ മുകളിൽ സ്റ്റേബിളായിട്ട് നിന്നില്ല. ഇന്നലത്തെ ഹൈയുടെ ബാങ്ക് നിഫ്റ്റി നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽപ്പുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റി ഓപ്പണിംഗ് ഹൈ വന്നിട്ട് കുറച്ചിറങ്ങി അതിനുശേഷം തിരിച്ച് വീണ്ടും ഹൈയിൽ പോകുമായിരുന്നു ചെയ്തത്. നിഫ്റ്റി നോക്കിയ ഒരു 0.61% അപ്പാണ്. ബാങ്ക് നിഫ്റ്റി 0.93, ഏകദേശം 1%-അടുത്ത് പ്ലസ്സിലാണ്. നമ്മൾ നാളത്തേന് എടുത്തിരിക്കുന്ന ഷെയറുകളാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഏകദേശം 14 ഷെയറുണ്ട്. നമ്മൾ ട്രേഡിംഗ് ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഷോർട്ട് സെല്ലാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള രീതി ഞാൻ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ പുതിയതായിട്ട് കാണുന്നവർ ആ വീഡിയോ കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ട്രേഡ് ചെയ്യുക. ഇതിൽ വന്നിട്ട് നമുക്ക് നല്ല വോളിയുള്ള ഷെയറുകളാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡ്, ഹിന്ദ് കോപ്പർ, എല്ലാ ഷെയറിനകത്തും നല്ല വോളിയുണ്ട്. ഇത് പ്രത്യേകിച്ച് ഹിന്ദ് കോപ്പറ നല്ല വോളിയം 3 കോടിയുടെ മുകളിലുണ്ട്. അപ്പം ഹിന്ദ് കോപ്പറിനകത്തൊക്കെ ചാൻസ് കിട്ടുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. ഇതിൽ ഈ 3 ഷെയർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് 20% മൂവ്മെൻറ്റ് തന്ന ഷെയർ. അപ്പോൾ നാളെ ഈ മോളിടെക്കൊക്കെ നാളെ ഈ R1 R2 റേഞ്ച് വന്നിട്ട് തിരിയുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. അതുപോലെ വിനൈൽ ഇന്ത്യയും R1 R2, എനിക്ക് തോന്നുന്നു ഈ വിനൈൽ ഇന്ത്യ ഈ R1 റേഞ്ച് വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും വിനൈൽ ഇന്ത്യ. PNB ഹൗസിങ്ങും ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. R1 വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കാം. നല്ല ഗ്യാപ്പുണ്ട്, 5% കൂടുതലുണ്ട്. അപ്പോൾ അതിനകത്ത് നല്ല ചാൻസ് എടുക്കാം. എക്സൽ ഇൻഡസ്ട്രീസ് വന്നിട്ട് ക്ലോസിങ് 885 അതിൻ്റെ ഒന്നുകിൽ ഈ ആവറേജിന് താഴെ പോകുന്ന ഷോർട്ട് അടിക്കുക ഈ ഷെയർ. ഇത് നല്ല അത്ര സ്ട്രോങ് ഷെയർ അല്ല. ഇന്ന് മിഡ് ക്യാപ്പിൽ സ്മോൾ ക്യാപ്പിൽ ഇച്ചിരി നല്ല മൂവ്മെൻറ്റ് വന്നപ്പോൾ കയറിയ ഷെയറുകളാണ്. ഈ എക്സൽ ഇൻഡസ്ട്രീസ് ശ്രദ്ധിച്ചിട്ട് ഒന്നുകിൽ ഈ 800 താഴെ പോകുമ്പോൾ സെല്ല് ചെയ്യാൻ പറ്റും. അന്നേരത്തെ ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇടുക. അതല്ല എങ്കിൽ ഈ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലത്. ഈ രാംകി ഇൻഡസ്ട്രീസും എൻ്റെ ഒരു കാൽക്കുലേഷനകത്തെ ആ മൂവ്മെൻറ്റ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ ഈ ഹൈയുടെ മുകളിൽ വന്നിട്ട് ഇറങ്ങണം. അതല്ല എങ്കിൽ പിന്നെ ഹെവി മൂവ്മെൻ്റ് ആണെങ്കിൽ ചിലപ്പോൾ നല്ല മൂവ്മെൻറ്റ് മുകളിൽ ഒരു 600 റേഞ്ചിലോട്ട് ചിലപ്പോൾ പോകാം. 600 റേഞ്ചിലൊക്കെ ഓപ്പണിങ് കിട്ടുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും താഴോട്ട് വരാൻ. പിന്നെ ഈ NRL എന്ന് പറയുന്ന ഷെയർ, അത് ഈ R1 വന്നിറങ്ങുവാണെങ്കിലായിരിക്കും ഏറ്റവും നല്ല ചാൻസ്. 110 മുകളിൽ പ്രാവശ്യം ട്രേഡായി 109 കട്ട ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഷോർട്ട് സെല്ല് ചെയ്യാം. ഗ്ലോബൽ സ്പിരിറ്റ് എന്ന് പറയുന്ന ഷെയറും എനിക്ക് തോന്നുന്നു ഈ R2 വരെ വരാൻ ചാൻസ് കൂടുതലാണ്. എന്തായാലും നോക്കുക. R2 വന്നില്ലെങ്കിലും നമുക്ക് ലെവൽ വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കാം. ചെറിയ സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ച് ക്വാണ്ടിറ്റി എടുക്കുക. അതല്ല വലിയ സ്റ്റോപ്പ് ലോസ് ഉണ്ടെങ്കിൽ ഇപ്പം ഇത് 800 റേഞ്ച് പോയിട്ടാണ് 779 കട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ക്വാണ്ടിറ്റി കുറച്ചേ ചെയ്യുക. എന്ന് പറഞ്ഞാൽ 20 രൂപയുടെ ഗ്യാപ്പുണ്ട് പിന്നെ സ്റ്റോപ്പ് ലോസ്. അപ്പോൾ ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ് ചെയ്യുക നമ്മുടെ ഒരു കപ്പാസിറ്റിക്ക് അനുസരിച്ച്. പിന്നെ KRBL, ഹിന്ദ് കോപ്പറൊക്കെ ചിലപ്പോൾ നല്ല ചാൻസ് വരും. ഒരു 321 പോയിട്ട് ഇറങ്ങാൻ തുടങ്ങിയാൽ നല്ല ചാൻസ് ആയിരിക്കും. ഇതിൽ പക്ഷേ അധികം 10 രൂപ 20 രൂപ അങ്ങനത്തെ റേഞ്ച് പ്രതീക്ഷിക്കരുത്. ഒരു 5 രൂപ 6 രൂപയൊക്കെ കിട്ടുമ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇതിൻ്റെ R1 കണ്ടില്ല 1001. അപ്പോൾ ഓപ്പണിങ്ങിൽ ചിലപ്പോൾ 1010, 1010, 15 പോയിട്ട് ഈ ലെവൽ 1001 കട്ടുകയാണെങ്കിൽ ചാൻസ് എടുക്കാം. അതല്ല അത്രയും പോകുന്നില്ല എങ്കിൽ ഇപ്പം 1000 റേഞ്ചിലൊക്കെ പോയിട്ട് ഈ 976 കട്ട് ചെയ്യുക. പെട്ടെന്നൊന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ആവറേജ് ആ സമയത്ത് ആവറേജ് ചിലപ്പോൾ അതിന് മുകളിലായിരിക്കും. ഈ 976 1000 ഇടയിലായിട്ട് ആവറേജ് വരുവാണെങ്കിൽ ആ ആവറേജ് വരുന്ന സമയത്ത് ചാൻസ് എടുത്തിട്ട് ഹൈയിൽ സ്റ്റോപ്പ് ലോസ് ഇടുക. കാർ ട്രേഡും R1 വന്നിട്ട് എടുക്കുന്നതായിരിക്കാം നല്ലത്. അതല്ല മാർക്കറ്റ് വീക്കാണെങ്കിൽ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കാം. NRB ബിയറിങ് ഇത് ASM ലിസ്റ്റിലുള്ള ഷെയർ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. 307, 310 R1 310. അപ്പോൾ ഇത് രണ്ടും വന്നിട്ട് ഈ 2 ലെവലിന് താഴെ പോകണം. അതായത് 311 വരെ വന്നു. 11, 12 വന്നിട്ട് ഈ 307 താഴെ പോകണമെങ്കിൽ നല്ല രീതിയിൽ ഇറങ്ങിപ്പോയി ഷെയർ.
അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇപ്പം അധികം ഷെയർ ഇന്നില്ല, 14 ഷെയറുകളാണ്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ വാച്ച് ചെയ്യാൻ പറ്റും. ഇന്നലെയാണെങ്കിൽ നല്ല കൂടുതലായിരുന്നു ഷെയർ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നാളത്തെ ഷെയർസിൻ്റെ ഡീറ്റെയിൽസ്. നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെ നോക്കുക. നമ്മൾ പറഞ്ഞ ഷെയറുകളല്ലാതെ ബാക്കിയുള്ള ഷെയറിനകത്തൊക്കെ നോർമൽ പ്രീവിയസ് ഡേ ഹൈ, അതല്ല R1 R2 R3 ഏത് റേഞ്ചാണോ വന്നിട്ട് താഴോട്ട് പോകുന്നത് അവിടെ എൻട്രി എടുക്കുക. എന്നിട്ട് അന്നേരം വന്ന ഹൈയുടെ മുകളിൽ കൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇടുക. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പക്ഷേങ്കിൽ നമ്മൾ ലൈവ് മാർക്കറ്റിൽ ഇരിക്കുമ്പം നമ്മൾ ആ ഷെയറിൻ്റെ മൂവ്മെൻറ്റ് കണ്ട്, ചില ഷെയറിനകത്ത് ഹെവി മൂവ്മെൻ്റ് ആയിരിക്കും. ഹെവി മൂവ്മെൻ്റ് ആകുമ്പോൾ നമ്മൾ ഇച്ചിരി വെയിറ്റ് ചെയ്യുക. അതുപോലെ നല്ലൊരു ഹൈയുടെ മുകളിൽ നിന്നാണ് ഒരു ലെവൽ വന്ന് കട്ട് ചെയ്യുന്നതെങ്കിൽ ഹൈയുടെയും ലെവലിൻ്റെ ഇടയിലാണ് ആവറേജ് എങ്കിൽ നമ്മൾ ആവറേജിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ് ചെയ്ത് ചെറിയ ക്വാണ്ടിറ്റി എടുക്കുക. അങ്ങനെയൊക്കെയാണ് ട്രേഡ് എടുക്കാൻ പറ്റുന്നത്. പക്ഷേ അത് മാർക്കറ്റിൽ നല്ല പ്രാക്ടീസ് വേണം. നമ്മളെത്ര ഏത് സ്ട്രാറ്റജി പഠിച്ചാലും മാർക്കറ്റിൽ ലൈവ് മാർക്കറ്റിൽ പ്രാക്ടീസ് ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് മാർക്കറ്റിൽ നിന്ന്. നമുക്ക് റിസ്ക്കും കുറവാണ്. പിന്നെ ഇനി നമുക്ക് ഇന്നത്തെ ദിവസം നമ്മളെടുത്ത ഷെയറുകളൊന്ന് ശ്രദ്ധിക്കുക. ഇന്നലെ നമ്മൾ 19 ഷെയറാണ് എടുത്തിരുന്നത്. ഇതിലൊരു 7-8 ഷെയർ നല്ല രീതിയിൽ ചാൻസ് തന്നു. പിന്നെ ബാക്കിയുള്ള ഷെയറിനകത്തൊക്കെ ലെവലിൽ നിന്ന് കട്ട് ചെയ്യുമ്പോൾ ചാൻസ് പ്രോഫിറ്റ് തരുന്നുണ്ട്. പക്ഷേ ഒരു നല്ല ഹെവി പ്രോഫിറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. വലിയ ഷെയറൊക്കെ ആണെങ്കിൽ തന്നെ 5-10 രൂപയൊക്കെ പ്രോഫിറ്റ് തരുന്നുണ്ട്. പക്ഷേ എങ്കിൽ വെച്ചുകൊണ്ടിരിക്കുന്നാലേ ചിലപ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് ലോസ് വരാൻ ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ 8 ഷെയർ നല്ല ഒന്നാം തരം ചാൻസ് വന്നിട്ടുണ്ട്. നമുക്ക് ആ 8 ഷെയർ മതി. നമുക്ക് 2-3 ഷെയർ ചാൻസ് കിട്ടിയാൽ മതി. ഈ തന്നിരിക്കുന്ന ഷെയറിനകത്ത് ഒരു കുറച്ച് 4-5 ഷെയർ ഞാൻ കാണിക്കാം. ഇന്ന് ഞാൻ ചെയ്ത ഷെയർസ് ഒന്ന് DCX ആണ്. DCX ഇന്ത്യ. ഇതുണ്ടല്ലേ, ഓപ്പണിങ് ഹെവി മൂവ്മെൻ്റ് ആണ്. ഒരു ഫ്ലാറ്റ് ഇന്നലത്തെ ഹൈഡ് അവിടെ ഓപ്പണായിട്ട് നേരെ ഞാൻ കയറി ഒറ്റയടിക്ക് R1 കട്ട് ചെയ്തു, R2 കട്ട് ചെയ്തു. R2 നോക്കി ജസ്റ്റ് ഫ്ലാഷ് അടിക്കുന്ന പോലെ കയറി പോയിട്ടാണ് ചെയ്തത്. പക്ഷേങ്കിൽ ഈ റേഞ്ചിൽ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. പെട്ടെന്നുള്ള മൂവ്മെൻറ്റ് അല്ലേ ഈ മൂവ്മെൻറ്റ് നമ്മളോർക്കും പിന്നെ കയറി പോകുന്നവർക്കും എന്തായാലും. പക്ഷേ പിന്നെ ഇവിടെ നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് ചാൻസ് എടുക്കാൻ പറ്റും. ഇത് കണ്ടില്ലേ, അടുത്ത ക്യാൻഡിലിൽ അത് ഹൈ അടിക്കുന്നില്ല. എന്തായാലും നമുക്ക് ഇവിടെ എൻട്രി എടുക്കേണ്ടത് 308 റേഞ്ചിൽ എൻട്രി എടുത്താലും നമുക്ക് 300 റേഞ്ചിലോട്ട് വരുന്നുണ്ട്. പിന്നെയും തിരിച്ച് 306 വരുന്നുണ്ട്. വീണ്ടും തിരിച്ച് 300 റേഞ്ചിലോട്ട് വരുന്നുണ്ട്. അതിനുശേഷം ഒരു പ്രാവശ്യം 299 വരുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് എൻട്രി എടുത്താൽ 307 308 എടുത്താൽ 8 രൂപ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. ഞാൻ ഇതിനകത്താണ് എനിക്ക് നല്ല പ്രോഫിറ്റ് കിട്ടിയത്. ഞാൻ മൂവ്മെൻറ്റ് കുറഞ്ഞ കണ്ടപ്പോൾ നമ്മളവിടെ നിന്ന് എൻട്രി എടുത്തു, ക്വാണ്ടിറ്റി എടുത്തിട്ട് പല പ്രാവശ്യമായിട്ട് ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമായിരുന്നു. അതിനുശേഷം നമുക്ക് ചാൻസ് തന്നത് GOCL കോർപ്പറേഷൻ എന്ന് പറയുന്ന ഷെയർ. ഇത് കണ്ടില്ലേ, ഓപ്പണിംഗ് ക്യാൻഡിൽ ഇതാണ്. നമുക്ക് CPR ഹൈ ചെയ്യുമ്പോൾ കാണാൻ പറ്റും. കണ്ടില്ലേ, ഹൈ ഓപ്പണിംഗ് ആണ്. ഇന്നലത്തെ ക്ലോസിംഗ് ഒക്കെ ഇവിടെ അപ്പർ സർക്യൂട്ട് ആയിരുന്നു. ഈ അപ്പർ സർക്യൂട്ട് ഇരിക്കുന്ന ഷെയറുകളെല്ലാം ഒരു R2 റേഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് R1 മുകളിൽ ഓപ്പണായ R2 പോയി പിന്നെ മുകളിലോട്ട് പോകുന്നു. നമ്മൾ വെയിറ്റ് ചെയ്യുക, അടുത്ത ലെവൽ പോകുന്നുണ്ടോ നോക്കുക. ഈ ലെവൽ പോകുന്നില്ല എങ്കിൽ അടുത്ത ലെവലിന് താഴെ വരുവാണെങ്കിൽ നമുക്ക് അവിടെ ഇവിടെ ഇവിടെ ഇങ്ങോട്ട് താഴോട്ടാണ് വന്നത് 484 റേഞ്ചിലോട്ട് വരുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും. 484 റേഞ്ചിൽ എൻട്രി എടുത്താലും നമുക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ 10 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കിട്ടുന്നു. 473 വരുന്നുണ്ട്. പിന്നെയും തിരിച്ചത് ഈ ലെവലിന് മുകളിലോട്ട് പോകുന്നില്ല. പിന്നെ ലാസ്റ്റ് ആയപ്പോൾ നല്ല രീതിയിൽ ഇറങ്ങിപ്പോയി. 461.23 റുപ്പീസ് ഡൗണിൽ പോയി ആ ഷെയർ. അതിനുശേഷം VIP ഇൻഡസ്ട്രീസ് നല്ല ചാൻസായിരുന്നു. VIP ഇൻഡസ്ട്രീസിനകത്ത് പക്ഷേ അത് മുതലാക്കാൻ പറ്റിയില്ല. VIP ഇൻഡസ്ട്രീസ് ഡൗൺ ഓപ്പണിംഗ് ഒന്ന് നേരെ കയറി വൺ സൈഡ് മൂവ്മെൻ്റാണ് തരുന്നുണ്ടല്ലേ, ഒറ്റയടിക്ക് കയറി പ്രീവിയസ് ഡേ ഹൈ അടിച്ചു. R1 അടുത്ത് പോയിട്ട് കുറച്ചിറങ്ങി, പിന്നെ വന്ന് രണ്ടാം പ്രാവശ്യം R1 അടിച്ചു, തിരിച്ചിറങ്ങി. നമ്മൾ വന്നപ്പോൾ ഈ 548 ഒരു എൻട്രി എടുത്തിരുന്നെങ്കിൽ നോക്കിയാൽ പിന്നെ വൺ സൈഡ് മൂവ്മെൻറ്റ് താഴോട്ട് ലാസ്റ്റിൽ ഇവിടം വരെ വന്നു 524, ഏകദേശം 22-23 രൂപ പ്രോഫിറ്റ് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റിൽ അത് ആവറേജ് ട്രേഡിലോട്ട് വന്നതേ ഉള്ളൂ. അതിനകത്ത് വലിയ പ്രത്യേകതയൊന്നുമില്ല. നമുക്ക് ഈ റേഞ്ചിൽ നിന്നാണ് നമ്മുടെ എൻട്രി. ഇവിടെ നല്ല സൂപ്പർ എൻട്രിയാണ്.
22 രൂപ ഒരു ഷെയർ കിട്ടുമെന്ന് പറഞ്ഞാൽ മോശമല്ലല്ലോ. അതിനുശേഷം നമുക്ക് ചാൻസ് എന്നത് അസ്ട്ര മൈക്രോ. അസ്ട്ര മൈക്രോ ഓപ്പണിങ്ങിൽ നല്ല രീതിയിൽ കയറിപ്പോയി. ഇവിടെ ഈ പ്രീവിയസ് ഡേ ലോ കട്ട് ചെയ്യുന്നുണ്ട്. പ്രീവിയസ് ഡേ ഹൈ കട്ട് ചെയ്യുമ്പം ചെറിയൊരു പ്രോഫിറ്റ് വരുന്നുണ്ട്. പക്ഷേ നമ്മളിവിടെ സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ നമ്മളിപ്പം ഒരു എൻട്രി എടുത്ത് ഇപ്പോൾ 600 രൂപയുടെ ഷെയർ എങ്ങനെയായാലും നമ്മളൊരു 5 രൂപ പ്രതീക്ഷിക്കാം. 5 രൂപ തന്നില്ലെങ്കിൽ നമുക്കത് സ്റ്റോപ്പ് ലോസ് പോകും ഇവിടെ. പക്ഷേ അത് സ്റ്റോപ്പ് ലോസ് പോകും. നമ്മളിവിടെ ഒരു 623-22 റേഞ്ചിൽ എൻട്രി എടുത്താൽ നമ്മൾ 623 രൂപയുടെ സ്റ്റോപ്പ് ലോസ് പോകും. നമ്മളന്നേരം എന്തോ ചെയ്യണം? നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിച്ചെങ്കിൽ വെയിറ്റ് ചെയ്തിട്ട് തിരിച്ച് വീണ്ടും ലെവൽ കട്ട് ചെയ്യുന്നതെന്ന് നോക്കണം. ഇവിടെ നമ്മൾ ഈ സ്റ്റോപ്പ് ലോസ് അടിച്ച കാര്യമാണ് പറയുന്നത്. ഇവിടെ ഹൈ അടിച്ചു, അതിനുശേഷം താഴെ ഇറങ്ങുമ്പോഴാണ് നമ്മൾ ഇവിടെ എൻട്രി എടുക്കുക. ഇവിടെ എൻട്രി എടുക്കുമ്പോൾ ഇവിടെ വന്നിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചു പോകും. ഈ റേഞ്ച് സ്റ്റോപ്പ് ലോസ്. അതിപ്പം 3 രൂപ നമ്മുടെ സ്റ്റോപ്പ് ലോസ് പോകും. അപ്പോൾ നമ്മൾ പിന്നെ നോക്കേണ്ട ഈ ലെവലിൽ താഴോട്ട് പോകുന്നുണ്ടോ നോക്കണം. ഇല്ലാതെ നേരെ മുകളിലോട്ട് പോയി R1 ലെവൽ കട്ട് ചെയ്തു, തിരിച്ചിറങ്ങി. ഇവിടെ ഇറങ്ങുമ്പോൾ നമ്മൾ വീണ്ടും എൻട്രി എടുക്കുക. 630 റേഞ്ചിലൊരു എൻട്രി എടുത്താൽ നമുക്കിവിടെ 3 രൂപയുടെ ഇത് ലോസാണ് വന്നത്. പിന്നെ 630 അത് എവിടം വരെ വൺ സൈഡ് മൂവ്മെൻറ്റ് താഴോട്ട് 615 രൂപ പ്രോഫിറ്റ് തരുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം കണ്ടില്ല, ഫ്ലാഷ് അടിക്കുന്ന പോലെ ഒറ്റയടിക്ക് വീണ്ടും പോയി R1 അടിച്ചിട്ട് തിരിച്ച് വീണ്ടും ഇറങ്ങി പോകും. പക്ഷേ ഇത് നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ റേഞ്ച് ചാൻസ് എടുക്കാൻ പറ്റത്തുള്ളൂ. പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് ഇറങ്ങുക. അപ്പോൾ നമ്മളൊരു റിസ്ക് എടുത്ത് ഇവിടെ എൻട്രി എടുക്കുക. അങ്ങനെ കിട്ടുന്നവർക്ക് ഇവിടെ കിട്ടും. നമുക്ക് പക്ഷേ ഈ ആവശ്യമുള്ളൂ. ഇവിടുന്ന് നല്ലൊരു എൻട്രി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് വണ്ടർല എന്ന് പറയുന്ന ഷെയർ. വണ്ടർല കണ്ടില്ല, ഓപ്പണിങ്ങിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് ഒന്ന് R1 അടിച്ചു, R1 മുകളിൽ പോയി. നമ്മളിവിടെ ഈ റേഞ്ച് എൻട്രി എടുക്കുക. 1036 എൻട്രി എടുത്താൽ രണ്ടാം ക്യാൻഡിൽ തന്നെ 996 40 രൂപ പ്രോഫിറ്റ് തരുന്നുണ്ട്. പിന്നെ അത് തിരിച്ച് വീണ്ടും ഒരു ആവറേജ് വന്നിട്ട് വരുന്നുണ്ട്. ഇത് ഈ ആവറേജ് പിന്നെ വിവാപ്പ് ഇട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. വിവാപ്പെ വന്ന് ട്രേഡ് എടുത്ത് പിന്നെ ഇറങ്ങുന്നതാണ്. വിവാപ്പിൻ്റെ താഴോട്ട് ഇറങ്ങുമ്പോൾ വീണ്ടും നമുക്ക് എൻട്രി എടുക്കാം. അതൊക്കെ നിങ്ങൾ മാർക്കറ്റിൽ എക്സ്പീരിയൻസ് ആയി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഫസ്റ്റ് എൻട്രി ഇതുപോലെ ആയിരിക്കണം. അതിനുശേഷം പിന്നെ ആവറേജ് വരുമ്പോൾ നമുക്ക് ചാൻസ് എടുക്കാൻ പറ്റും. ആ വിവാപ്പിൻ്റെ ഇത് നമുക്ക് ഇതിനകത്ത് ഇൻഡിക്കേറ്ററിനകത്തോടെ യൂസ് ചെയ്യാൻ പറ്റും. വിവാപ്പ് അടിച്ചു കൊടുത്താൽ നമുക്ക് വരും. പക്ഷേ ഈ 2 ഇൻഡിക്കേറ്റർ നമുക്ക് ഫ്രീ ആയിട്ടുള്ളൂ. അപ്പോൾ ഓൾറെഡി 2 യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് ഒരെണ്ണം ഏതെങ്കിലും കട്ട് ചെയ്തിട്ട് വിവാപ്പ് യൂസ് ചെയ്യുക. ഈ വോളിയം വെയ്റ്റഡ് ആവറേജ് പ്രൈസ് എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് വീണ്ടും നല്ല രീതിയിൽ ട്രേഡ്, ഒരു ഷെയറിനകത്ത് തന്നെ പല സമയത്ത് നമുക്ക് ട്രേഡ് കിട്ടും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വേറെ 2-3 ഷെയറിനകത്തോടൊക്കെ ചാൻസുകളുണ്ട്. പക്ഷേ എല്ലാം ഇതുപോലെ സെയിം തന്നെ ലെവലുകൾ വന്ന് കട്ട് ചെയ്യുമ്പോൾ താഴെ വരുമ്പോൾ എൻട്രി എടുക്കുക. പക്ഷേ സ്റ്റോപ്പ് ലോസ് കൃത്യമായിരിക്കണം. എല്ലാ ആ സമയത്തെ ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് ഇടണം. അടിച്ചു പോയി പൊക്കോട്ടെ, നമുക്ക് വീണ്ടും നല്ല ചാൻസ് കിട്ടും. ഒരു ഷെയറെ ലോസ് ആയെന്ന് പറഞ്ഞാൽ എല്ലാ ഷെയറിലും ലോസ് ആകത്തില്ല. നമുക്ക് ഒരു 80-90% ലെവലിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. 100% കിട്ടും. പക്ഷേ അതിനുള്ള ഒരു ക്ഷമ വേണം. ലെവൽ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാനും ലെവൽ കട്ട് ചെയ്യുമ്പം എൻട്രി എടുക്കാനും ഒക്കെ ഉള്ളൊരു നമുക്കൊരു പ്രാക്ടീസ് വേണം. അത്രയേ ഉള്ളൂ. അത് പ്രാക്ടീസ് ചെയ്തെടുത്താൽ സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നാളെ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.